ക്ലാസ് നമ്മൾ നോക്കാൻ പോകുന്നത് സ്റ്റാൻഡേർഡ് 8 ഫിസിക്സ് ആണ്. ബലം എന്ന പാഠത്തിൻ്റെ വിലയിരുത്താൻ പ്രവർത്തനങ്ങളാണ്. അപ്പോൾ വിലയിരുത്താൻ പ്രവർത്തനങ്ങളുടെ കൂടെ തന്നെ ഈ പാഠത്തിലെ അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളൊക്കെ ഞാൻ പറഞ്ഞു പോകുന്നുണ്ട്. താഴെ പറയുന്ന സന്ദർഭങ്ങളിൽ സമ്പർക്ക ബലം എന്നും സമ്പർക്ക രഹിത ബലം എന്നും തരം തിരിക്കുക. സമ്പർക്ക ബലം എന്താണ്? നമ്മൾ ഒരു ബോൾ തട്ടുന്നു അല്ലേ? ബോൾ തട്ടുമ്പോൾ നമ്മുടെ കൈയും ബോളും തമ്മിലൊരു സമ്പർക്കം അല്ലെങ്കിൽ കോണ്ടാക്റ്റ് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും സമ്പർക്കം ഉണ്ടെങ്കിൽ ആ ബലം കൊണ്ട് ചലിക്കുന്നതാണെങ്കിൽ അതിനെ നമ്മൾ സമ്പർക്ക ബലം എന്ന് പറയും. ഒരു എക്സാമ്പിൾ ആണെങ്കിൽ ഒരു ഡോറ് തുറക്കുന്നു അല്ലെങ്കിൽ ഒരു മേശ നമ്മൾ തള്ളി നിൽക്കുന്നു, അതൊക്കെ സമ്പർക്ക ബലത്തിന് ഉദാഹരണങ്ങളാണ്. ഇനി സമ്പർക്കരഹിത ബലം എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പം നമ്മുടെ തെങ്ങിൻ്റെ മുകളിൽ നിന്നൊരു തേങ്ങ വീഴുന്നു അല്ലേ? തേങ്ങയും ഭൂമിയും തമ്മിൽ എന്താണ്? ഒരു കോണ്ടാക്റ്റും ഇല്ല, ഒരു സമ്പർക്കവും ഇല്ല, പക്ഷെ അത് ഭൂമിയിലേക്ക് വീഴുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ നമ്മളൊരു സ്കെയിലെടുത്തിട്ട് മുടിയിൽ ഉരസി കഴിഞ്ഞാൽ എണ്ണയുണ്ടെങ്കിൽ ആ ഒരു സ്കെയിൽ നമ്മൾ പേപ്പർ കഷ്ണങ്ങളുടെ മുകളിൽ പിടിക്കുകയാണെങ്കിൽ അത് അവിടെ വന്ന് ഒട്ടിപ്പിടിക്കുന്നത് കാണാം. അപ്പോൾ അതും എന്താണ്? അതും സമ്പർക്കരഹിത ബലത്തിന് ഉദാഹരണങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് സമ്പർക്ക ബലം? സൈക്കിളിൽ ബ്രേക്ക് ചെയ്യുന്നു, അത് സമ്പർക്ക ബലമാണല്ലോ. അതെ. മാവിൽ നിന്ന് ഞെട്ടറ്റ മാങ്ങ വീഴുന്നു, മാങ്ങ വീഴുന്നതിൽ എന്തെങ്കിലും സമ്പർക്കം ഉണ്ടോ? ഇല്ല, അപ്പോൾ അത് സമ്പർക്കരഹിത ബലമാണ്. ഭൂമി സൂര്യനെ ചുറ്റുന്നു, അതും എന്താണ്? സമ്പർക്കരഹിത ബലമാണ്. തറയിലൂടെ ഉരുളുന്ന പന്തിൻ്റെ വേഗം കുറയ്ക്കുന്നു, അത് സമ്പർക്ക ബലമാണ്. എന്തുകൊണ്ടാണ്? അത് ഭൂമിയിൽ ഇങ്ങനെ ഉരുണ്ടുരുണ്ട് പോകുമ്പോൾ ഭൂമിയും ആ ബോളും തമ്മിലൊരു ഘർഷണം ഉണ്ടാവുന്നുണ്ട് അല്ലേ? അപ്പോൾ അതുമൂലമാണ് ആ ബോളിൻ്റെ സ്പീഡ് കുറയുന്നത്. അടുത്തത് കാരണം പറയുക. നമുക്ക് തറയിലൂടെ തെന്നി വീഴാതെ നടക്കാൻ കഴിയുന്നു. എന്തുകൊണ്ടാണ് നമുക്ക് തെന്നി വീഴാതെ നടക്കാൻ കഴിയുന്നത്? നമ്മുടെ തറയും അതുപോലെ തന്നെ നമ്മുടെ കാലും തമ്മിൽ തറയിൽ കാല് വെക്കുമ്പോൾ എന്താണ്? ഒരു ഘർഷണം അനുഭവപ്പെടുന്നുണ്ട് അല്ലേ? നടക്കുമ്പോൾ കാലും തറയും തമ്മിൽ ഘർഷണമുണ്ട്, അതിനാലാണ് തെന്നി വീഴാത്തത്. രണ്ടാമത്തേത് മൂർച്ചയുള്ള കത്തി ഉപയോഗിച്ച് എളുപ്പം പച്ചക്കറി മുറിക്കാം. എന്തുകൊണ്ടാണ്? കത്തിയുടെ അഗ്രഭാഗത്ത് പരപ്പളവ് കുറവായതിനാൽ മർദ്ദം കൂടുതലായിരിക്കും, അതിനാൽ എളുപ്പത്തിൽ വസ്തുക്കളെ മുറിക്കാൻ സാധിക്കും. മൂന്നാമത്തെ, ചരക്ക് വാഹനങ്ങൾക്ക് ടയറുകളുടെ എണ്ണം കൂടുതലായിരിക്കും. എന്തുകൊണ്ട്? ടയറുകളുടെ എണ്ണം കൂട്ടുന്നത് വഴി ചരക്ക് വാഹനങ്ങളുടെ ഭാരം അനുഭവപ്പെടുന്ന പ്രതലത്തിന്റെ പരപ്പളവ് വർദ്ധിക്കുകയും അതുവഴി മർദ്ദം കുറയുകയും ചെയ്യും അല്ലേ? വലിയ വലിയ ടാങ്കർ ലോറികളിലൊക്കെ ഭയങ്കര വെയിറ്റുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുപോവുക അല്ലേ? അപ്പോൾ ആ ഒരു വെയിറ്റ് ഡിവൈഡ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെയുള്ള യൂസ് ചെയ്യുന്നത്, ടയേഴ്സൊക്കെ കൂടുതൽ യൂസ് ചെയ്യുന്നത്. നാലാമത്തെ ചോദ്യം, ചലിക്കുന്ന യന്ത്രഭാഗങ്ങൾക്ക് തേയ്മാനം ഉണ്ടാകുന്നു. എന്തുകൊണ്ടാണ്? വാഹനങ്ങൾ ചലിക്കുമ്പോൾ ചലിക്കുന്ന യന്ത്രഭാഗങ്ങൾക്കിടയിൽ ഘർഷണം അനുഭവപ്പെടുന്നു, ഇത് തേയ്മാനത്തിന് കാരണമാകുന്നു അല്ലേ? ആ ഭാഗങ്ങൾ ഒരു ചലനമുണ്ടെങ്കിൽ അതിനെ ഒപ്പോസ് ചെയ്യുന്ന, അതിനെ എതിർക്കുന്ന ഒരു ബലവും അവിടെ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അവിടെ അങ്ങനെയുള്ളൊരു ഘർഷണം മൂലമാണ് അവിടെയുള്ള ഭാഗങ്ങൾക്ക് തേയ്മാനം ഉണ്ടാവുന്നത്. ചേരുംപടി ചേർക്കുകയാണ് അന്തരീക്ഷമർദ്ദം. നമ്മൾ ബാറാണ് അന്തരീക്ഷമർദ്ദം വരുന്നത്. ഏതാണ്? ബാരോമീറ്റർ അളക്കുന്നത് ബാരോമീറ്റർ ആണ്. ഇനി സ്നേഹകം. എന്താണ് സ്നേഹകം? ഘർഷണം കുറയ്ക്കാൻ ഉപയോഗിക്കുന്നതാണ് സ്നേഹകം. വെളിച്ചെണ്ണ ഒരു സ്നേഹകമാണ്. തേങ്ങ താഴേക്ക് വീഴുന്നു, ഗുരുത്വാകർഷണം മൂലമാണ് താഴേക്ക് വീഴുന്നത്, സമ്പർക്ക രഹിത ബലം അല്ലേ? കാന്തം എന്താ ചെയ്യുന്നത്? കാന്തം ആകർഷിക്കുകയും ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ എന്താണ്? വികർഷണവും ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് അത് നിങ്ങൾ ചേരുംപടി ചേർത്തെഴുതേണ്ടത്. രണ്ടാമത്തെ ചോദ്യം, ഒരു കുപ്പിയിൽ നിറച്ചിരിക്കുന്ന ജലത്തിന്റെ അടിയിൽ നിന്ന് കുമിളകൾ പൊങ്ങി വരുന്നത് ചിത്രീകരിച്ചിരിക്കുന്നു. ശരിയായ ചിത്രമേത്? നിങ്ങളുടെ ഉത്തരം ന്യായീകരിക്കുക. കണ്ടോ, ഈ കുപ്പിയിൽ എങ്ങനെയാണ്? ഇവിടെ വലിയ കുമിളയാണ്, ഇവിടെ ചെറുതാണ്, അതിനും ചെറുത് അതിനും ചെറുത്. ഇവിടെ എങ്ങനെയാണ്? എല്ലായിടത്തും കുമിളയുടെ വലിപ്പം എന്ന് പറയുന്നത് ഒരേപോലെ തന്നെയാണ്. ഇനി മൂന്നാമത്തെ നോക്കാം നമുക്ക്. ചെറുത്, വലുത്, അതിലും വലുത്, ഏറ്റവും വലുത്, അങ്ങനെയാണ്. നാലാമത്തേലോ ഇവിടെ വലുതാണ്, പിന്നെ തീരെ ചെറുതാണ്, പിന്നെ കുറച്ചുകൂടി വലുതാണ്, പിന്നെ ഇങ്ങനെയാണ്. ഓക്കെ, അപ്പം എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? ഇതിൽ ഏത് കുപ്പിയിലെയാണ് ശരിക്കും കാണിച്ചിട്ടുള്ളത് എന്നാണ് നമ്മളോട് ചോദ്യം ചോദിച്ചിട്ടുള്ളത്. ദ്രാവകമർദ്ദമാണ് ഇവിടെ പറയുന്നത്. ദ്രാവകമർദ്ദം എങ്ങനെയാണ്? ആഴം കൂടുന്തോറും മർദ്ദം കൂടും അല്ലെ? ആഴം കൂടുന്തോറും മർദ്ദം കൂടും. അതായത് ഏറ്റവും കൂടുതൽ മർദ്ദം എവിടെയായിരിക്കും? ഈ താഴ്ഭാഗത്തായിരിക്കും. അപ്പോൾ മർദ്ദം കൂടുമ്പോൾ എങ്ങനെയാണ്? ആ കുമിളകൾ വലുതാവോ ചെറുതാവോ? കുമിളകൾ എന്തായാലും ചെറുതേ ആവുള്ളൂ അല്ലേ? ഇനി മുകളിലേക്ക് പോകുന്തോറും എങ്ങനെയാണ്? ഈ മർദ്ദം കുറഞ്ഞു വരും. അതായത് ഈ കുമിള ഒന്നുകൂടി വലുതാവും, പിന്നെ വലുതാവും, പിന്നെ അതിനേക്കാളും വലുതാവും. ഓക്കെ, അപ്പം മർദ്ദം
മർദ്ദം താഴെ ഈ കുപ്പിയുടെ താഴ്ഭാഗത്ത് മർദ്ദം കൂടുതലായിരിക്കും. ഓക്കെ, കുപ്പിയുടെ താഴ്ഭാഗത്ത് മർദ്ദം കൂടുതലായിരിക്കും. ഈ മുകളിലേക്ക് എത്തുമ്പോഴേക്കും മർദ്ദം കുറയും. അപ്പോൾ ഇത് ശരിയാണോ? അല്ല, ഇത് തെറ്റാണ്. ഇതോ ഒരേപോലെ ആവോ? അല്ല. ഇതെന്താ കാണിച്ചിട്ടുള്ളത്? താഴ്ഭാഗത്ത് തീരെ ചെറിയ കുമിളയാണ്. അപ്പം നമുക്കറിയാം എന്താണ്, മർദ്ദം ഉണ്ടാകുമ്പോൾ കുമിള ചെറുതേ ആവുള്ളൂ. മുകളിലേക്ക് പോകും തോറും എന്താണ്, ആ കുമിള വലുതായിട്ടുണ്ടോ? അപ്പോൾ ഏതാ നമ്മുടെ ഉത്തരം വരുന്നത്? സി ആണ്. ഇനി ഡി കൂടി ഒന്ന് നമുക്ക് നോക്കാം. വെറുതെ ഇതിലെങ്ങനെയാണ് കാണിച്ചിട്ടുള്ളത്? ആദ്യം വലുതാണ്, പിന്നെ അത് ചെറുതായി, കണ്ടോ, പിന്നെ അത് വീണ്ടും വലുതായി. അങ്ങനെ വരുമോ? ഇല്ല, അങ്ങനെ വരില്ല. അപ്പോൾ നമുക്ക് ഏത് പറയാം? ഏതാണ് ഉത്തരം? നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് സി ആണ്. ഓക്കെ, ശരിയായ ചിത്രം എന്ന് പറയുന്നത് സി ആണ്. ഇതാണ് അതിൻ്റെ റീസൺ എഴുതേണ്ടത്. ദ്രാവക രൂപത്തിൻ്റെ ഉയരം കൂടുന്നതിനനുസരിച്ച് അത് പ്രയോഗിക്കുന്ന മർദ്ദവും കൂടുന്നു. മിനുസമായ മേശപ്പുറത്ത് ഏകദേശം 50 ഗ്രാം മാസുള്ള ഒരു ടോയ് കാർ വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് നൂലുകൾ കപ്പി വഴി 2 പാനിലേക്കും ഘടിപ്പിച്ചിരിക്കുന്നത് ചിത്രീകരിച്ചിരിക്കുന്നു. ഒരു കാറുണ്ട്, 2 സൈഡിലേക്കും ഒരു നൂല് കെട്ടിയിട്ടുണ്ട്. ആ നൂലൊരു കപ്പി വഴി താഴേക്ക്, കണ്ടോ, ഒരു പാത്രം അല്ലെങ്കിൽ ഒരു പാനിലേക്ക് അത് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യുന്നത്? 2 പാനുകളിലും 100 ഗ്രാം ഭാരം വീതമിട്ടാൽ എന്തായിരിക്കും? എന്താണ് നമുക്ക് നിരീക്ഷിക്കാൻ പറ്റുന്നത്? ഇതിലും 100 ഗ്രാം ആണ്, ഇതിലും 100 ഗ്രാം ആണ്. രണ്ടിലും 100 ഗ്രാം ആണെങ്കിൽ എങ്ങനെയാണ്? ഇത് രണ്ടും ഒരേ രീതിയിലാണ് നിൽക്കുക, അല്ലേ? ഒന്ന് മുകളിലേക്കോ ഒന്ന് താഴേക്കോ പോവില്ല. അത് നിൽക്കുന്ന പൊസിഷൻ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? ഈ ഫോട്ടോയിൽ കാണിച്ചിട്ടുള്ള പോലെ തന്നെ ഒരേ ലെവലിലായിരിക്കും അത് നിൽക്കുക. അപ്പോൾ ഈ കാർ ഇളകുമോ? കാർ അനങ്ങുമോ അവിടെ നിന്ന്? ഇല്ല, കാറ് അനങ്ങില്ല എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പം ഈ ഭാഗത്ത് നിന്ന് പ്രയോഗിക്കുന്ന ബലവും ഈ ഭാഗത്ത് നിന്ന് പ്രയോഗിക്കുന്ന ബലവും എന്ത് തന്നെയാണ്? ഈക്വലാണ്, ഒരേപോലെയാണ്. അപ്പം അതുകൊണ്ടാണ് ആ കാറ് നീങ്ങാത്തത്. ഇനി പാൻ എയിൽ 100 ഗ്രാം ഭാരവും പാൻ ബിയിൽ 200 ഗ്രാം ഭാരവും ഇട്ടാൽ എന്തായിരിക്കും? അപ്പോൾ ഓക്കെ, അപ്പോൾ 200 ഗ്രാം ഇട്ടാൽ എങ്ങനെയാണ്? 200 ഗ്രാം എന്ന് പറയുമ്പോൾ ഇവിടെയാണ് വെയിറ്റ് കൂടുതൽ. വെയിറ്റ് കൂടുതലുള്ള സ്ഥലം എന്താ ചെയ്യുക? താഴത്തേക്ക് വരികയാണ് ചെയ്യുക. അപ്പോൾ ഈ പാൻ താഴത്തേക്ക് വരും. ഈ പാൻ താഴത്തേക്ക് വരുന്നതിനനുസരിച്ച് ഈ കയർ ഇങ്ങോട്ട് ഇറങ്ങും. അപ്പോൾ ഈ കാറും ഇങ്ങോട്ട് നീങ്ങും എന്ന് പറയാം. ഉത്തരങ്ങൾ സാധൂകരിക്കുക. അപ്പം നമുക്ക് ഉത്തരം നോക്കാം. ഉത്തരം കാറ് നിശ്ചലാവസ്ഥയിലായിരിക്കും. രണ്ടിലും 50 ഗ്രാം അല്ലെങ്കിൽ 100 ഗ്രാമാണ് വെച്ചിട്ടുള്ളതെങ്കിൽ കാറ് നിശ്ചലാവസ്ഥയിലായിരിക്കും എന്ന് പറയാം. ഇനി 200 ഗ്രാം ഭാരമുള്ള വശത്തേക്ക് കാറ് നീങ്ങും. എന്തെന്നാൽ ആ ഭാഗം പ്രയോഗിക്കുന്ന ബലം കൂടുതലാണ്, അല്ലേ? 200 ഗ്രാമുള്ള സൈഡിലേക്കാണ് കാറ് നീങ്ങുന്നത്. ഇനി അതിനെ സാധൂകരിക്കുന്നത് എന്താണ്? ഭാരം കൂടുതൽ എന്നാൽ ബലവും കൂടുതലാണ്, അല്ലേ? 200 ഗ്രാം എന്ന് പറയുമ്പോൾ അത് എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് അല്ലെങ്കിൽ അത് പ്രയോഗിക്കുന്ന ബലവും കൂടുതലാണ്. അപ്പോൾ അതിനാലാണ് ആ കാർ അങ്ങോട്ടേക്ക് നീങ്ങുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ ലെസൻ്റെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ ഞാൻ വെറുതെ ഒന്ന് പറഞ്ഞു പോവാം. ഓക്കെ, അപ്പോൾ നമുക്കൊരു റിവിഷൻ പോലെ ഇതെടുക്കാം. ബലം എന്ന് പറഞ്ഞാൽ പലതരത്തിലുണ്ടെന്ന് പറഞ്ഞു. ഒന്നുകിൽ അത് തള്ളുകയാവും അല്ലെങ്കിൽ അത് വലിക്കുകയാവും. പുഷ് ആൻഡ് പുൾ, ഒന്നുകിൽ തള്ളുകയാവാം അല്ലെങ്കിൽ വലിക്കുകയാവാം. ഇതൊക്കെയാണ് എക്സാമ്പിൾസ്. ഇനി ബലത്തിൻ്റെ യൂണിറ്റ് എന്താണ്? ബലത്തിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്. N കൊണ്ടാണ് അത് ഡിനോട്ട് ചെയ്യുന്നത്, അത് സൂചിപ്പിക്കുന്നത്. ചിത്രങ്ങൾ വിശകലനം ചെയ്ത് വിവിധ വസ്തുക്കളിൽ ബലം പ്രയോഗിക്കുമ്പോൾ ഉണ്ടാവുന്ന ഫലങ്ങൾ പട്ടികയിൽ എഴുതൂ. ഇതും പല രീതിയിലുള്ള ഫോഴ്സിന് എക്സാമ്പിളാണ്. ആദ്യത്തെ എന്താണ്? ഉരുണ്ടു വരുന്ന പന്തിൽ കാലുകൊണ്ട് എതിർദിശയിൽ ബലം പ്രയോഗിക്കുന്നു. എന്താണ് ഫലമുണ്ടാവുന്നത്? ചലനാവസ്ഥയിലുള്ള വസ്തു നിശ്ചല അവസ്ഥയിലാവുന്നു. ഫുട്ബോൾ എന്താ ചെയ്യുന്നത്? രണ്ടാമത്തേൽ ഫുട്ബോൾ കൈ കൊണ്ട് തട്ടി മാറ്റുന്നുണ്ട് ഗോളി. അപ്പോൾ എന്താണ് ഫലമുണ്ടാവുന്നത്? ചലനാവസ്ഥയിലുള്ള വസ്തുവിൻ്റെ ചലനദിശ, ഡിറക്ഷൻ മാറുന്നുണ്ട്. ക്രിക്കറ്റ് ബോൾ ബാറ്റ് കൊണ്ട് അടിക്കുന്നു. അപ്പോഴും എന്ത് തന്നെയാണ്? ദിശ അല്ലെങ്കിൽ ഡിറക്ഷൻ മാറുന്നുണ്ട്. ഇനി ഓടിപ്പോകുന്ന പശുവിനെ പിടിച്ചു വലിക്കുന്നു. അപ്പോൾ എന്താണ്? ചലനാവസ്ഥയിലുള്ള പശു എങ്ങനെയാവുന്നത്? അത് അങ്ങോട്ടും തിരിച്ചു വലിക്കുന്നു, അല്ലേ? അപ്പോൾ അത് നിശ്ചല അവസ്ഥയിലാവുന്നു അല്ലെങ്കിൽ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റിലാവുന്നു നമുക്ക് പറയാം. ഇനി ഭിത്തിയിൽ പിടിച്ച് തള്ളുന്നു. ഭിത്തിയിൽ ബോൾമ പിടിച്ച് തള്ളിയിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ വസ്തുവിന് ചലിക്കാനുള്ള പ്രവണത ഉണ്ടാവുന്നില്ല. അപ്പോൾ ഈ ഒരു പ്രവർത്തനം നമുക്കൊന്ന് നോക്കാം. 1 ന്യൂട്ടൺ ബലം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ കൊടുത്തിട്ടുണ്ട്. മാസുള്ളൊരു വസ്തുവിനെ തലനിരപ്പിന് സമാന്തരമായി കയ്യിൽ താങ്ങി നിർത്താൻ ഗുരുത്വാകർഷണ ബലത്തിനെതിരെ ഏകദേശം 1 ന്യൂട്ടൺ ബലം പ്രയോഗിക്കണം. ഒരു ആപ്പിൾ കയ്യിൽ വെച്ചിട്ട് നമുക്ക് തറയ്ക്ക് സമാന്തരമായി നമ്മൾ കൈ പിടിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ആ ഒരു ആപ്പിൾ, 100 ഗ്രാമുള്ള ഒരു ആപ്പിൾ നമ്മുടെ കയ്യിൽ അങ്ങനെ നിർത്താൻ ഉപയോഗിക്കുന്ന ബലത്തെ നമ്മൾ 1 ന്യൂട്ടൺ ബലം എന്നാണ് പറയുക.
ബലം എന്താണെന്ന് മാർക്ക് ചെയ്ത് വെക്കുക. ഒരു വസ്തുവിൻ്റെ ആകൃതിക്കോ വലിപ്പത്തിനോ വ്യാപ്തത്തിനോ നിശ്ചലാവസ്ഥയ്ക്കോ ചലനാവസ്ഥയ്ക്കോ മാറ്റം വരുത്തുകയോ അതിനുള്ള പ്രവണത ഉളവാക്കുകയോ ചെയ്യുന്നത് എന്താണോ അതാണ് ബലം. അപ്പോൾ എന്തിനൊക്കെ വ്യത്യാസം വരാം? ആകൃതിക്ക് വരാം, വലിപ്പത്തിന് വരാം, വ്യാപ്തത്തിന് വരാം, ചലനാവസ്ഥയ്ക്കോ നിശ്ചല അവസ്ഥയ്ക്കോ വരാം. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബലം എന്ന് പറയുന്നത്. ഇനി പലതരം ബലങ്ങളുണ്ട്. ഏതൊക്കെയാണ്? പേശി ബലം വരുന്നുണ്ട്, മനുഷ്യനും മറ്റു ജീവികളും പ്രയോഗിക്കുന്ന ബലം. ഇപ്പം ഇയാൾ ഈ ട്രോളി തള്ളുന്നുണ്ട്, നമ്മൾ വെള്ളം കോരുന്നുണ്ട്, അതൊക്കെ എന്ത് ബലം ഉപയോഗിച്ചാൽ? നമ്മുടെ പേശികളുടെ ബലം ഉപയോഗിച്ചാൽ. ഇനി കാന്തിക ബലം എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം, മാഗ്നറ്റ് അല്ലെങ്കിൽ കാന്തം ആണിയെ ആകർഷിക്കുന്നുണ്ട്. അപ്പം ആ ബലത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കാന്തിക ബലം എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് സ്ഥിത വൈദ്യുത ബലം അല്ലെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആണ്. ഈ പിക്ചറിൽ കാണിച്ചിട്ടുള്ളത് പോലെ നമ്മൾ മുടിയിൽ സ്കെയിൽ ഉരസിയിട്ട് ആ ഒരു സ്കെയിൽ ഇങ്ങനെ മുകൾ ഭാഗത്ത് പിടിക്കുകയാണെങ്കിൽ ഈ പേപ്പറൊക്കെ അതിൻ്റെ മുകളിലേക്ക് ഒട്ടുന്നത് പോലെ കാണാം. അപ്പോൾ അങ്ങനത്തെ ബലത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്ഥിത വൈദ്യുത ബലം എന്ന് പറയുന്നത്. അടുത്തത് പറയുന്നത് എന്താണ്? ഗുരുത്വാകർഷണ ബലമാണ്. ഇപ്പോൾ ഭൂമിയിലേക്ക് തേങ്ങ വീഴുന്നു അല്ലെങ്കിൽ മാങ്ങ വീഴുന്നു അല്ലേ, അപ്പോൾ അത് മുകളിലേക്ക് പോവാതെ താഴേക്ക് വീഴുന്നത് എന്തുകൊണ്ടാണ്? ഇങ്ങനെയുള്ള ഗുരുത്വാകർഷണ ബലം ഉള്ളത് കൊണ്ടാണ്. നെക്സ്റ്റ് പറയുന്നത് യാന്ത്രിക ബലമാണ്. ചലനവുമായി ബന്ധപ്പെട്ട ബലത്തെ, ഇപ്പം യന്ത്രങ്ങളൊക്കെ ചലിക്കുന്നതൊക്കെ എന്താണ്? അത് മെക്കാനിക്കൽ ഫോഴ്സ് അല്ലെങ്കിൽ യാന്ത്രിക ബലമാണ്. അടുത്തത് പറയുന്നത് ഘർഷണ ബലമാണ്. ഘർഷണ ബലം എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിൻ്റെ മുകളിലൂടെ മറ്റൊരു വസ്തു നീങ്ങുമ്പോൾ വസ്തുക്കളുടെ ചലനത്തെ തടയുന്ന അല്ലെങ്കിൽ തടസ്സപ്പെടുത്തുന്ന ബലമാണ് ഘർഷണ ബലം. ഓക്കെ, ഇപ്പം നമ്മൾ തറയിലൂടെ ഒരു ബോൾ ഉരുട്ടി വിടുന്നുണ്ട്, കുറച്ച് ദൂരം പോയി കഴിഞ്ഞാൽ ആ ബോൾ അവിടെ നിൽക്കുന്നുണ്ടല്ലോ. അതെന്തുകൊണ്ടാണ്? ഈ ബോളിൻ്റെ മൂവ്മെൻറ്റിന്, ഈ ബോളിൻ്റെ ചലനത്തിന് എതിർത്തുകൊണ്ട് താഴെ നിന്ന് ഒരു ബലം വരുന്നുണ്ട്. അപ്പം അങ്ങനത്തെ ബലത്തെ നമുക്ക് എന്ത് പറയാം? ഘർഷണ ബലം എന്ന് പറയാം. ഈ ടേബിൾ നമുക്കൊന്ന് നോക്കാം. ട്രോളി തള്ളുന്നത് കോണ്ടാക്റ്റ് ഉള്ളത് കൊണ്ടാണ്. തെങ്ങിൽ നിന്ന് തേങ്ങ വീഴുന്നത് കോണ്ടാക്റ്റ് ഇല്ല. കിണറിൽ നിന്ന് വെള്ളം കോരുന്നത് കോണ്ടാക്റ്റ് ഉണ്ട് എന്ന് പറയാം നമുക്ക്. നിരപ്പായ തറയിലൂടെ ഉരുട്ടുവിട്ട പന്ത് നിശ്ചല അവസ്ഥയിലാവുന്നു. അപ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അതിൻ്റെ ഒരു കോണ്ടാക്റ്റ് ഉണ്ടാവുന്നുണ്ട്. കാന്തം ആണിയെ ആകർഷിക്കുന്നു. വിത്ത് നോ കോണ്ടാക്റ്റ് ആണ്. മുടിയിൽ ഒരു സ്കെയിൽ പേപ്പർ കഷ്ണങ്ങളെ ആകർഷിക്കുന്നു. അതും നോൺ കോണ്ടാക്ട് ഫോഴ്സ് ആണ്, പരസ്പര സ്പർശനം ഇല്ലാത്തതാണ്. ഇനി സമ്പർക്ക ബലം എന്താണ്? വസ്തുക്കൾ തമ്മിൽ പരസ്പര സമ്പർക്കത്തിലൂടെ പ്രയോഗിക്കുന്ന ബലമാണ് സമ്പർക്ക ബലം. വാതിൽ തുറക്കുന്നു, വാതിൽ അടയ്ക്കുന്നു, നമ്മളൊരു ബോൾ ഓടിക്കൊണ്ടിരിക്കുന്ന ബോൾ നമ്മൾ ചവിട്ടി നിർത്തുന്നു, അതൊക്കെ സമ്പർക്ക ബലമാണ്. സമ്പർക്കരഹിത ബലം എന്ന് പറഞ്ഞാൽ എന്താണ്? വസ്തുവുമായി സമ്പർക്കമില്ലാതെ ഒരു വസ്തുവിൽ പ്രയോഗിക്കുന്ന ബലം. തേങ്ങ വീഴാണ് ഭൂമിയിലേക്ക് അല്ലെ, അതുപോലെ തന്നെ സ്കെയിലിൻ്റെ എക്സാമ്പിളൊക്കെ സമ്പർക്കരഹിത ബലമാണ്. അടുത്തത് പറയുന്നത് ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ്. എന്തുകൊണ്ടാണ് ഘർഷണ ബലം ഉണ്ടാവുന്നത്? ഈ ഒരു മേശ, ഇതിപ്പോൾ പോളിഷ് ചെയ്യാത്ത അത്ര സ്മൂത്ത് ആയിട്ടുള്ള മേശയല്ല എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ സിമെന്റ് ഇട്ടൊരു തറയാണെന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അതിൽ കുന്നുകളും കുഴികളും പോലെയൊക്കെ ഉണ്ടാവും അല്ലേ. അപ്പം നമ്മളൊരു ബോൾ ഉരുട്ടി വിടുമ്പോൾ ഇത് ഇങ്ങനെ പോയിട്ട് പെട്ടെന്ന് അതിൻ്റെ ചലനം നിൽക്കും. അപ്പോൾ അതിസൂക്ഷ്മങ്ങളായ ധാരാളം കുന്നുകളും കുഴികളും ഇവയുടെ ഉപരിതലത്തിലുണ്ടാവും. ഈ രണ്ട് പ്രതലങ്ങളും തമ്മിൽ സമ്പർക്കത്തിൽ വരുമ്പോൾ അവ പരസ്പരം കൊളുത്തിപ്പിടിക്കുന്നു. വസ്തുവിൻ ഉപരിതലത്തിന് സമാന്തരമായ ബലം പ്രയോഗിച്ച് ചലിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെ തടസ്സപ്പെടുത്തുന്ന ഒരു എതിർബലം അനുഭവപ്പെടുകയും ചെയ്യുന്നു. ഈ ഒരു എതിർബലത്തിനെയാണ് നമ്മൾ ഘർഷണം എന്ന് പറയുന്നത്. ഒരു പ്രതലം മറ്റൊരു പ്രതലത്തിലൂടെ ചലിക്കാൻ ശ്രമിക്കുമ്പോഴോ അവയുടെ ആപേക്ഷിക ചലനത്തെ എതിർക്കുന്ന തരത്തിൽ അവയ്ക്കിടയിൽ പ്രതലത്തിന് സമാന്തരമായി ഒരു ബലം അനുഭവപ്പെടുന്നു. ഇതാണ് ഘർഷണ ബലം. ഇനി ഘർഷണ ബലത്തെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം എന്ന് പറയുന്നുണ്ട്. എന്താണെന്ന് നമുക്ക് നോക്കാം. ഉരുളൽ ഘർഷണവും ഉണ്ട്, നിരങ്ങൽ ഘർഷണവും ഉണ്ട്. ഉരുളൽ ഘർഷണം എന്ന് പറഞ്ഞാൽ ഇതാണ്, ഇവിടെ ഉരുട്ടിക്കൊണ്ട് പോവുകയാണ് ചെയ്യുക അല്ലേ. അപ്പോൾ ഒരു വസ്തുവിനെ മറ്റൊരു വസ്തു, ഏതാണ് വസ്തു? ഈ മരക്കട്ടയെ അല്ലെങ്കിൽ ഈ മരത്തിൻ്റെ ഈ കഷ്ണത്തിനെ നമ്മൾ തറയിലൂടെ ഉരുട്ടിക്കൊണ്ടു പോകാൻ ശ്രമിക്കുന്നുണ്ട്. ഒരു വസ്തുവിനെ മറ്റൊരു വസ്തുവിൻ്റെ മുകളിലൂടെ ഉരുട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണെങ്കിൽ അത് ഉരുളൽ ഘർഷണമാണ്. ഇവിടെ എന്താ ചെയ്യുന്നത്? നമ്മൾ ആ മരക്കഷ്ണം പിടിച്ചു വലിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ എന്ത് പറയും? നിരങ്ങൽ ഘർഷണം എന്ന് പറയും. അപ്പോൾ ഉരുട്ടി നീക്കുന്നതിന് ഉരുളൽ ഘർഷണം എന്ന് പറയും. നിരക്കി നീക്കുമ്പോൾ നമ്മൾ അതിനെ നിരങ്ങൽ ഘർഷണം എന്ന് പറയും. ഏതായിരിക്കും കൂടുതൽ? ഉരുളൽ ഘർഷണം നിരങ്ങൽ ഘർഷണത്തെക്കാളും കുറവായിരിക്കും. ഓക്കെ,
ഇനി ഇവിടെ പറയുന്നുണ്ട് വാഹനങ്ങൾക്കൊക്കെ ചക്രങ്ങൾ ഉപയോഗിക്കുന്നത് എന്തിനാണ്? ഘർഷണം കുറയ്ക്കാനാണ്. ഘർഷണം ഗുണകരമാവുന്ന സന്ദർഭങ്ങളുമുണ്ട്, അതുപോലെ തന്നെ ഘർഷണം ഗുണകരം അല്ലാത്ത സന്ദർഭങ്ങളുമുണ്ട്. പട്ടികപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെയാണ് നമുക്ക് ഉപകാരമുള്ളത്? തീപ്പെട്ടിക്കൊള്ളി ഉരയ്ക്കുന്നത് ഗുണകരമാണ്, യന്ത്രങ്ങളുടെ തേയ്മാനം ഗുണകരമല്ല, വസ്തുക്കളെ പിടിക്കാൻ പറ്റുന്നത് ഗുണകരമാണ്, തറയിലൂടെ നടക്കാൻ കഴിയുന്നത് ഗുണകരമാണ്, ടയറുകളിൽ ചാലുകൾ ഇടുന്നത് അല്ലെ, ഈ ടയറിൻ്റെ മുകളിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഇങ്ങനെയൊക്കെ കുറച്ച് ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയിട്ടുണ്ടാവില്ലേ, അപ്പോൾ അതെന്തിനാണ്? അത് ഗുണകരമാണ്. ടയർ തേഞ്ഞു തീരുന്നത് ഗുണകരമല്ല, ഇന്ധന നഷ്ടവും ഗുണകരമല്ല. ഘർഷണം ഗുണകരമാകുന്ന സന്ദർഭങ്ങൾ ഏതൊക്കെയാണ്? തീപ്പെട്ടിക്കൊള്ളി തീപ്പെട്ടിയിൽ ഉരസുന്നു, വസ്തുക്കളെ പിടിക്കാൻ സാധിക്കുന്നു, തറയിലൂടെ നടക്കാൻ കഴിയുന്നു, വാഹനങ്ങളുടെ ടയറുകളിൽ ചാലുകൾ ഇടുന്നു. ഘർഷണം ഗുണകരമല്ലാത്ത സന്ദർഭങ്ങൾ ഏതാണ്? യന്ത്രങ്ങളുടെ തേയ്മാനം, ടയർ തേഞ്ഞു തീരുന്നു, ഇന്ധന നഷ്ടം. ഓക്കെ, അപ്പോൾ അത് ഈ ടേബിളിലേക്ക് നിങ്ങൾക്ക് എടുത്തെഴുതാം. അടുത്തത് പറയുന്നത് എന്താണ്? ധാരാരേഖിതമാക്കലാണ്. കണ്ടോ ഈ പ്ലെയിനിൻ്റെ ഒരു ഡിസൈൻ കണ്ടോ, അതുപോലെ തന്നെ ബോട്ടിൻ്റെയും സ്പോർട്സ് കാറിൻ്റെയൊക്കെ ഡിസൈൻ കണ്ടോ. അപ്പോൾ അതെന്തിനാണ് അങ്ങനെ ഒരു ഡിസൈൻ കൊടുത്തിരിക്കുന്നത്? ഘർഷണം കുറയ്ക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഘർഷണം കുറയ്ക്കത്തക്ക വിധം വസ്തുക്കളുടെ ആകൃതി രൂപപ്പെടുത്തുന്നതിനെ ധാരാരേഖിതമാക്കൽ അല്ലെങ്കിൽ സ്ട്രീം ലൈനിങ് എന്ന് പറയുന്നു. ഇനി ഘർഷണം കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ചില വസ്തുക്കൾ ഉപയോഗിക്കാറുണ്ട് അല്ലേ. ഇപ്പം മെഷീനിൽ എണ്ണ കൊടുക്കാറുണ്ട്, വെള്ളം കോരുന്ന കപ്പിയിൽ എണ്ണ കൊടുക്കാറുണ്ട്. അതൊക്കെ എന്താണ്? അതിനെ നമ്മൾ സ്നേഹകങ്ങൾ എന്നാണ് പറയുക. ഘർഷണം കുറയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇത്തരം വസ്തുക്കളാണ് സ്നേഹകങ്ങൾ. ഏതൊക്കെയാണ് സ്നേഹകങ്ങളായി ഉപയോഗിക്കുന്നത്? നമുക്കൊന്ന് നോക്കാം. ഇതൊക്കെയാണ് ഉദാഹരണങ്ങൾ. ഇതൊക്കെ എഴുതാം. ഗ്രീസ്, ഗ്രാഫൈറ്റ്, സൺഫ്ലവർ സീഡ് ഓയിൽ സൂര്യകാന്തി എണ്ണ, മിനറൽ ഓയിൽ, കോക്കനട്ട് ഓയിൽ വെളിച്ചെണ്ണ, പാരഫിൻ വാക്സ്, ബോറിക് ആസിഡ് പൗഡർ ഇതൊക്കെ സ്നേഹകങ്ങളാണ്. ലൂബ്രിക്കൻസ് ഘർഷണം കുറയ്ക്കാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ്? ബോൾ ബെയറിംഗ് ഉപയോഗിക്കുക, വീൽസ് ചക്രങ്ങൾ ഉപയോഗിക്കുക, ലൂബ്രിക്കൻസ് സ്നേഹകങ്ങൾ ഉപയോഗിക്കുക, സ്ട്രീം ലൈനിങ് ധാരാരഹിതമാക്കൽ, ബൈ പോളിഷിംഗ് സർഫസസ് പ്രതലങ്ങളെ മിനുസപ്പെടുത്തുക. അപ്പോൾ ഈ മാർഗത്തിലൂടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫ്രിക്ഷൻ കുറയ്ക്കാൻ പറ്റും. ഇന്ന് തന്ന പ്രവർത്തനം ഇതൊക്കെയാണ്. ഘർഷണം ഗുണകരമാവുന്നതും ഗുണകരം അല്ലാത്തതുമായ സന്ദർഭങ്ങൾ കണ്ടെത്തി പട്ടികപ്പെടുത്തുക. ഫൈൻഡ് ദി സിറ്റുവേഷൻ വേർ ഫ്രിക്ഷൻ ഈസ് beneficial and the situation where the friction is non-beneficial and tabulate them. ഓക്കെ, ഇത് എഴുതാൻ നിങ്ങൾക്ക്. ഡ്യൂറിങ് സ്പേസ് ക്രാഫ്റ്റ് റീ എൻട്രി അറ്റ്മോസ്ഫിയറിക് ഫ്രിക്ഷൻ അഡ്വേഴ്സ്ലി എഫക്ട്സ് ദ സ്പേസ് ക്രാഫ്റ്റ്. ബഹിരാകാശ പേടകങ്ങൾ ഭൂമിയിലേക്ക് തിരിച്ചു വരുന്ന സമയത്ത് അന്തരീക്ഷത്തിലെ ഘർഷണം ബഹിരാകാശ പേടകത്തിനെ ദോഷകരമായി ബാധിക്കുന്നു. അടുത്തത് ഇതാണ്. ഗിറ്റാർ വായിക്കുമ്പോൾ ഘർഷണം കാരണം കൈ വേദനിക്കുന്നു. When you are playing guitar and the sliding hand is very sore because of friction. ഹെൽപ്ഫുൾ ആയിട്ടുള്ളത് ഏതൊക്കെയാണ്? ഇതാണ്. ഫ്രിക്ഷൻ ബിറ്റ്വീൻ അവർ ഷൂസ് ആൻഡ് ദ ഫ്ലോ സ്റ്റോപ്പ് us ഫ്രം സ്ലിപ്പിംഗ്. ഷൂസും തറയുമുള്ള ഘർഷണം വഴുതി പോകുന്നതിൽ നിന്ന് നമ്മളെ തടയുന്നു. ഫ്രിക്ഷൻ ബിറ്റ്വീൻ ദ ബ്രേക്സ് ആൻഡ് വീൽ ഹെൽപ്സ് ബൈക്സ് ആൻഡ് കാർസ് ടു സ്ലോ ഡൗൺ. ബ്രേക്കുകളും ചക്രവും തമ്മിലുള്ള ഘർഷണം വേഗത കുറയ്ക്കാൻ ബൈക്കുകളെയും കാറുകളെയും സഹായിക്കുന്നു. ഫ്രിക്ഷൻ ബിറ്റ്വീൻ ദ ടയേഴ്സ് ആൻഡ് ദ റോഡ് സ്റ്റോപ്പ് കാർസ് ഫ്രം സ്കിഡിംഗ്. ടയറുകളും റോഡും തമ്മിലുള്ള ഘർഷണം കാറുകൾ റോഡിൽ നിന്ന് തെന്നിപ്പോകുന്നതിൽ നിന്ന് തടയുന്നു. When you drag your nails on a blackboard, the sound caused by the friction can be jarring to the ears. നഖങ്ങൾ ബ്ലാക്ക് ബോർഡിൽ ഉരസുമ്പോൾ ഘർഷണം മൂലമുണ്ടാകുന്ന ശബ്ദം ചെവിയിൽ അലോസരം ഉണ്ടാക്കുന്നു. നിങ്ങളോട് പറഞ്ഞത് അത് ടാബുലേറ്റ് ചെയ്യാനാണ്. അടുത്തത് പറയുന്നത് എന്താ? വ്യാപക മർദ്ദവുമാണ്. ഒരാണി നമ്മുടെ കാലിൽ കുത്തി കയറുകയാണ് അല്ലേ. അപ്പോൾ ആ ഒരാണിയുടെ ആ ഒരു പ്രഷർ മുഴുവൻ അല്ലെങ്കിൽ ആ ഒരു മർദ്ദം മുഴുവൻ നമ്മുടെ കാലിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ കാലിലേക്ക് അത് തുളഞ്ഞു കയറുന്നത്. ഇത് നോക്കാം നമുക്ക്. ഒരാൾ ചിലപ്പോൾ ഒരു ബെഡിൻ്റെ മുകളിൽ ഇതുപോലെ കിടക്കുന്നുണ്ടാവും, പക്ഷേ അയാളുടെ മേത്തേക്ക് ആ ഒരാണി കുത്തി കയറിയതുപോലെ കുത്തി കയറുമോ? ഇല്ല. കാരണം എന്താണ്? അവിടെ മർദ്ദം വ്യാപകമായിട്ടാണ് അല്ലേ. നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും അത് ചെല്ലുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആണി നമ്മുടെ ശരീരത്തിൽ തുളച്ചു കയറില്ല. അപ്പൊ അതാണ് മർദ്ദവും വ്യാപക മർദ്ദവും. ഒരു വസ്തുവിൽ ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ ബലമാണ് അതിൻ്റെ ഭാരം. ഈ ഒരു എക്സ്പെരിമെന്റ് നമുക്കൊന്ന് നോക്കാം. ഇതെങ്ങനെയാണ് ഫില്ല് ചെയ്യേണ്ടതെന്ന് നോക്കാം. മരക്കഷ്ണം എടുത്തിട്ട് നമ്മൾ ആദ്യം അതിൻ്റെ വെയിറ്റ് നോക്കുന്നുണ്ട്. വെയിറ്റ് എങ്ങനെയാണ് നോക്കുക? നമുക്കറിയാം, ആ വെയിറ്റ് നോക്കാനുള്ള പല ഉപകരണങ്ങളും ഉണ്ട്. അപ്പോൾ അതിൽ നമ്മൾ വെയിറ്റ് നോക്കുന്നുണ്ട്. ഇതിൽ ഏതാണ്ട് 30 ആണ് കാണിക്കുന്നത്.
ആ മരക്കഷ്ണം എങ്ങനെയാണ് വെക്കുന്നത്? നേരെ കുത്തനെയാണ് വെക്കുന്നത്. ഓക്കെ, കുത്തനെ നമ്മൾ ആ മണ്ണിൽ വെക്കുന്നുണ്ട്. മണ്ണിൽ വെക്കുമ്പോൾ കണ്ടോ, അതിൻ്റെ വെയിറ്റിനനുസരിച്ച് ഒരു ചെറിയൊരു ഭാഗം താഴ്ന്നിട്ടുണ്ട് മണ്ണിൽ. ഇനി നമ്മളെങ്ങനെയാണ്, ഇനി ആ ഒരു മരക്കഷ്ണത്തിൻ്റെ തന്നെ വേറൊരു ഭാഗം നമ്മൾ വെക്കുകയാണ്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ്? ഇതാ ഇപ്പോൾ ചെറിയ രീതിയിലാണ് കാണിക്കുന്നത്. ആദ്യം വെച്ചതിൻ്റെ അത്ര മണ്ണ് താഴ്ന്നിട്ടില്ല. ഇനി മൂന്നാമത് എന്താണ്, നമ്മൾ ഏറ്റവും പരന്ന ഭാഗമാണ് മണ്ണിൽ വെക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ്, തീരെ താഴേക്ക് പോയിട്ടില്ല എന്ന് തന്നെ പറയാം. ഓക്കെ, ഇനി നമ്മൾ സ്കെയിൽ ഉപയോഗിച്ചിട്ട് എത്രത്തോളം ആ മണ്ണ് താഴ്ന്നിട്ടുണ്ട് നമ്മൾ അളക്കുകയാണ്. ആദ്യത്തെ നോക്കുമ്പോൾ 2.2 സെൻറ്റിമീറ്റർ ആണ് താഴ്ന്നിട്ടുള്ളത്. രണ്ടാമത്തെ നോക്കുമ്പോൾ 1.6 സെൻറ്റിമീറ്റർ ആണ്. മൂന്നാമത്തെ നോക്കുമ്പോൾ 1.1 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഏതിലാണ് താഴ്ന്നിട്ടുള്ളത്? ഏറ്റവും ചെറിയ ഭാഗം, ആ മരക്കഷ്ണത്തിൻ്റെ ഏറ്റവും ചെറിയ ഭാഗം നമ്മൾ മണ്ണിൽ വെച്ചപ്പോൾ ആ ഒരു ഭാഗമാണ് താഴ്ന്നിട്ടുള്ളത്. ഈ ഒരു എക്സാമ്പിൾ നമ്മൾ നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ്, ഈ ഒരു ഭാഗം കണ്ടോ, ഈ ഒരു ചെറിയൊരു ഭാഗം, ഏറ്റവും ചെറിയ ഭാഗം ഇവിടെ വെച്ചുകൊടുത്താണ് താഴ്ന്നിട്ടുള്ളത്. കാരണം എന്താണ്, ആ മുഴുവൻ പ്രഷറും ആ ഒരു ചെറിയ ഭാഗത്തേക്കാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ മണ്ണ് കൂടുതൽ താഴും. ഇവിടെ എന്താണ്, ഇവിടെ കുറച്ചുകൂടി കൂടുതൽ ഭാഗത്തേക്ക് ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചേ താഴുള്ളൂ. ഇവിടെ ഏറ്റവും പരന്ന ഭാഗമാണ് നമ്മൾ മണ്ണിൽ വെച്ചത്. അപ്പോൾ ആ പ്രഷറും കൂടുതൽ പരന്നാണ് പോകുന്നത്. ഇനി നമ്മൾ ഓരോ ഭാഗത്തിൻ്റെ ഏരിയ നമുക്ക് കണ്ടുപിടിച്ചൂടെ ആ മരക്കഷ്ണത്തിൻ്റെ? അപ്പോൾ ആദ്യം എടുത്തത് ആ താഴെയുള്ള ഭാഗം അല്ലേ. ഇപ്പോൾ സാറ് ഫ്രണ്ടിലേക്ക് ഇപ്പോൾ ഇതിൽ കാണിച്ചിട്ടുള്ള ആ ചെറിയൊരു ഭാഗം, അപ്പോൾ അതിൻ്റെ നീളം 15 സെൻറ്റിമീറ്റർ, ലെങ്ത്ത് 15 സെൻറ്റിമീറ്ററും ബ്രെഡ്ത്ത് വീതി 10 സെൻറ്റിമീറ്ററുമാണ്. ഏരിയ കാണാനുള്ള ഫോർമുല എന്താ? ലെങ്ത്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, നീളം ഇൻറ്റു വീതി. 15 × 10 150 സെൻറ്റിമീറ്റർ സ്ക്വയർ കിട്ടി. 150നെ 10,000 ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 0.015 മീറ്റർ സ്ക്വയർ കിട്ടി. ഇനി എടുക്കുന്നത് ഈ ഒരു ഭാഗത്തിൻ്റെയാണ്. ഇതിൽ കാണിച്ചിട്ടുണ്ടല്ലോ, നീളം 20 ആണ്, വീതി 10 ആണ്. ഏരിയ നമ്മൾ കണ്ടുപിടിച്ചു, 200 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാൻ 10,000 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, 0.02 മീറ്റർ സ്ക്വയർ കിട്ടി. ഇനി അടുത്തത് എന്താണ്? അടുത്തത് ഏറ്റവും പരന്ന ഭാഗം, മൂന്നാമത് നമ്മൾ ആ മണ്ണിൽ വെച്ചില്ലേ, ആ ഭാഗത്തിൻ്റെ നീളവും വീതിയും കണ്ടു. എത്രയാണ്? 20ഉം 15ഉം ആണ്. അപ്പോൾ അതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 300 മീറ്റർ സ്ക്വയർ ആണ്. അപ്പോൾ 300 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 0.03 മീറ്റർ സ്ക്വയർ കിട്ടി. ഓക്കെ, അപ്പോൾ ഓരോന്നിൻ്റെയും ഏരിയയും നമ്മളവിടെ എഴുതി വെച്ചു. ഓക്കെ, നിങ്ങളുടെ ടെക്സ്റ്റിലൊരു കോളം കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് നിങ്ങളത് ഫില്ല് ചെയ്യേണ്ടത്. അതിൻ്റെ ഡെപ്ത് എന്ന് പറയുമ്പോൾ എന്താണ്? കുത്തനെ വെക്കുമ്പോൾ എന്താണ്? 2.2 സെൻറ്റിമീറ്റർ ആണ്. വിലങ്ങനെ വെക്കുമ്പോൾ 1.6 സെൻറ്റിമീറ്റർ ആണ്. പരപ്പളവ് കൂടിയ ഭാഗം എന്താണ്? 1.1 സെൻറ്റിമീറ്റർ ആണ്. അനുഭവപ്പെട്ട ആകെ ബലം എത്രയാണ്? ആ മരക്കഷ്ണത്തിൻ്റെ വെയിറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? എല്ലാ സമയത്തും അത് 30 തന്നെയാണ് അല്ലേ. വെയിറ്റ് മാറുന്നില്ലല്ലോ മരക്കഷ്ണത്തിൻ്റെ? ഇല്ല, ഒരേ മരക്കഷ്ണമാണ് നമ്മൾ ഉപയോഗിച്ചത്. ഇനി പരപ്പളവ് ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചു. ആദ്യത്തെ കേസിൽ 0.015 ആണ്, രണ്ടാമത്തെ കേസിൽ 0.02 ആണ്, മൂന്നാമത്തെ കേസിൽ 0.03 ആണ്. അങ്ങനെയെങ്കിൽ യൂണിറ്റ് പ്രതലത്തിൽ അനുഭവപ്പെട്ട വ്യാപക മർദ്ദം ത്രസ്റ്റ് എത്രയാണ്? കുത്തനെയാണ്, N/മീറ്റർ സ്ക്വയർ. N എത്രയാണ്? ആദ്യത്തെ കേസിൽ കുത്തനെയാകുമ്പോൾ 30 ആണ്. മീറ്റർ സ്ക്വയർ എത്രയാണ്? 0.015. അപ്പോൾ 30/0.015 2000 കിട്ടും. രണ്ടാമത്തെ കേസിൽ 30/0.02 1500 കിട്ടും. 30/0.03 1000 ആണ് മൂന്നാമത്തെ കേസിലെ ത്രസ്റ്റ് വരുന്നത്. കത്തി എന്തിനാണ് ഇങ്ങനെ മൂർച്ച കൂട്ടി കൊടുത്തിട്ടുള്ളത്? കണ്ടോ, നമുക്ക് കട്ട് ചെയ്യാൻ എളുപ്പത്തിനാണ്. ആ നല്ല ഷാർപ്പായ ഭാഗത്തേക്കാണ് ഫുള്ള് പ്രഷറും വരിക അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഈസി ആയിട്ട് വെജിറ്റബിൾസും ഒക്കെ കട്ട് ചെയ്യാൻ പറ്റും. ഇനി നമ്മുടെ ബിൽഡിങ്ങിൻ്റെ ബേസ്മെൻറ്റ് ഇതുപോലെ ചെയ്യുന്നത് എന്തിനാ? ബിൽഡിങ്ങിൻ്റെ ബേസ്മെൻറ്റ് നമ്മൾ കുറച്ചുകൂടി കനം കൂടിയിട്ടാണ് ചെയ്യുക. കാരണം എന്താ? അതിൻ്റെ മുകളിലേക്ക് നമ്മൾ പണിത് വരുമ്പോൾ ആ ഒരു പ്രഷർ കൂടുതൽ ഭാഗത്തേക്ക് ഡിവൈഡ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബിൽഡിങ്ങിൻ്റെ ബേസ്മെൻറ്റ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി പറയുന്നത് ടാങ്കറിൻ്റെ കാര്യമാണ് അല്ലേ. അപ്പോൾ ടാങ്കറിൻ്റെ ആ ചക്രങ്ങളുടെ താഴെ കണ്ടോ ഇതുപോലെ ഒരു ബെൽറ്റ് കൊടുത്തിട്ടുണ്ടാവും. ഈ ടാങ്കർ എന്ന് പറഞ്ഞാൽ എവിടെയാണ്? നമ്മൾ യുദ്ധങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്നതാണ് അല്ലേ. അപ്പോൾ ആ കേസിൽ ഈ റോഡിലൂടെ മാത്രമാണോ ടാങ്കർ പോവുക? അല്ല, ചതുപ്പിലൂടെ പോകുന്നുണ്ടാവും, അല്ലെങ്കിൽ മലയുടെ മുകളിൽ കൂടെ, അല്ലെങ്കിൽ കുറച്ച് ഉയർന്ന പ്രദേശങ്ങളിലൂടെയൊക്കെ പോകുന്നുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ കേസിൽ എന്താണ്? അങ്ങനത്തെ കേസിൽ ആ പ്രഷർ കറക്റ്റായിട്ട് ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്ത് പോകണം അല്ലേ. അല്ലെങ്കിൽ ആ ചതുപ്പിലൊക്കെ പോകുമ്പോൾ എന്താണ്? അത് താഴ്ന്നു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു
പ്രഷർ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ഒരു മെക്കാനിസം ഉപയോഗിക്കുന്നത്. ഇനി ഒരു പ്രതലത്തിൽ ലംബമായി അനുഭവപ്പെടുന്ന ആകെ ബലത്തെ വ്യാപകമർദ്ദം എന്നും യൂണിറ്റ് പരപ്പളവിൽ അനുഭവപ്പെടുന്ന വ്യാപകമർദ്ദത്തെ മർദ്ദം എന്നും പറയുന്നു. അപ്പം മർദ്ദം എങ്ങനെയാണ് കാണാൻ നമുക്ക്? വ്യാപകമർദ്ദം ഡിവൈഡഡ് ബൈ പരപ്പളവ്. അത് N/m² അല്ലെങ്കിൽ പാസ്കൽ എന്നും അറിയപ്പെടുന്നു അതിൻ്റെ യൂണിറ്റ്. ഇനി അടുത്തത് പറഞ്ഞത് ദ്രാവകമർദ്ദം അല്ലെങ്കിൽ ലിക്വിഡ് പ്രഷറാണ്. എന്താണ്? ഇതാണ് ആ എക്സ്പെരിമെൻറ്റ്. നമ്മളൊരു PVC പൈപ്പ് എടുത്തു, അതിൻ്റെ 3 അറ്റത്തും ബലൂണ് കെട്ടിയിട്ടുണ്ട്, ബലൂണിൻ്റെ മുകളിൽ റബ്ബർ ബാൻഡ് ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് മുകൾ ഭാഗത്തിൽ കൂടെ വെള്ളം ഒഴിക്കും. വെള്ളം ഒഴിച്ച് ഇങ്ങനെ പിടിക്കുമ്പോൾ എന്താണ്? ഏറ്റവും താഴെയുള്ള ആ ബലൂണ് അല്ലേ, ഏറ്റവും താഴെയുള്ള ആ ബലൂണ് കൂടുതൽ വീർക്കും. അതിൻ്റെ തൊട്ട് മുകളിലത്തെ കുറച്ചേ വീർക്കുള്ളൂ, അതിൻ്റെ മുകളിലത്തെ അതിനേക്കാളും കുറച്ചേ വീർക്കുള്ളൂ. ദ്രാവക രൂപത്തിൻ്റെ ഉയരം കൂടുന്നതിനനുസരിച്ച് അത് പ്രയോഗിക്കുന്ന മർദ്ദവും കൂടുന്നു. കണ്ടോ? ഇപ്പം ഈ ഒരു പൈപ്പിൽ നമ്മൾ വെള്ളം നിറയ്ക്കുകയാണെങ്കിൽ ഏറ്റവും താഴത്തെ ബലൂണാണ് കൂടുതൽ വീർക്കുക. കാരണം എന്താണ്? നമ്മൾ ലിക്വിഡ് പ്രഷറൊക്കെ 7ാം ക്ലാസ്സിൽ പഠിച്ചതാണല്ലേ. താഴോട്ട് പോകുന്തോറും എങ്ങനെയാണ്? വെള്ളത്തിൻ്റെ മർദ്ദം കൂടുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ബലൂണ് കൂടുതൽ വീർക്കും. ഇനി ഒരു ദ്രാവകം യൂണിറ്റ് പരപ്പളവിൽ പ്രയോഗിക്കുന്ന വ്യാപകമർദ്ദത്തെ ദ്രാവകമർദ്ദം എന്ന് പറയുന്നു. ദ്രാവകങ്ങൾ അത് സ്ഥിതി ചെയ്യുന്ന പാത്രത്തിൻ്റെ എല്ലാ വശങ്ങളിലേക്കും ബലം പ്രയോഗിക്കുന്നുണ്ട്. എല്ലാ വശങ്ങളിലേക്കും ബലം പ്രയോഗിക്കുന്നില്ലേ? ഇപ്പം നമ്മളൊരു പ്ലാസ്റ്റിക് ബോട്ടിൽ, ഒരു ഞളങ്ങിയ പ്ലാസ്റ്റിക് ബോട്ടിലൊക്കെയാണ് എടുക്കുന്നത്. പക്ഷെ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ അതിൻ്റെ ഈ എല്ലാ ഭാഗങ്ങളും കുറേയൊക്കെ ശരിയാവുന്നത് പോലെ തോന്നും അല്ലേ. ആ ഒരു ശബ്ദമൊക്കെ വരുന്നത് കാണാം ആ വെള്ളം ഒഴിക്കുമ്പോൾ, ആ ഒരു പ്ലാസ്റ്റിക് നിവരുന്നത് പോലെ. അപ്പോൾ അതെന്തുകൊണ്ടാണ്? ആ ഒരു ദ്രാവകം ആ ഒരു ബോട്ടിലിൻ്റെ എല്ലാ ഭാഗത്തേക്കും പ്രഷർ അല്ലെങ്കിൽ മർദ്ദം കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അത് അങ്ങനെ ഉണ്ടാവുന്നത്. ഓക്കെ. ഇനി അടുത്തത് പറഞ്ഞത് എന്താ? രണ്ട് PVC പൈപ്പ് എടുത്തു, ഒന്നിൽ ജലവും നിറച്ചു, ഒന്നിൽ മണ്ണെണ്ണയും നിറച്ചു. അപ്പം മണ്ണെണ്ണ നിറച്ച ആ ഒരു ബലൂണ് കുറച്ചേ വീർക്കുള്ളൂ. കണ്ടോ? ഇതിലാണ് മണ്ണെണ്ണ ഉള്ളത്, അത് കുറച്ചേ വീർക്കുള്ളൂ. ഈ ബലൂണോ ഇതിൽ വെള്ളമാണ്, അത് കൂടുതൽ വീർക്കും. കാരണം എന്താണ്? വെള്ളത്തിന് ജലത്തേക്കാൾ സാന്ദ്രത കൂടുതലാണ്. സാന്ദ്രത കൂടുതലായതുകൊണ്ട് തന്നെ വെള്ളം ഒഴിക്കുമ്പോൾ ഈ ബലൂണ് കൂടുതൽ വീർക്കും. സാന്ദ്രത കുറവുള്ള മണ്ണെണ്ണ ഒഴിക്കുന്ന ബലൂണ് കുറച്ചേ വീർക്കുള്ളൂ. മർദ്ദം അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിക് പ്രഷറാണ്. ഭൂമിക്ക് ചുറ്റും വായുവിൻ്റെ ഒരു ആവരണമുണ്ട്. ഇതാണ് ഭൂമിയുടെ അന്തരീക്ഷം. അന്തരീക്ഷ വായുവിൻ്റെ സാന്ദ്രത ഭൂമിയുടെ പ്രതലത്തിനടുത്ത് കൂടുതലും മുകളിലേക്ക് പോകുന്തോറും കുറവും ആയിരിക്കും. അതിനാൽ മുകളിലേക്ക് പോകുന്തോറും അന്തരീക്ഷ മർദ്ദം കുറയും. ഭൂമിയുടെ ഉപരിതലത്തിൽ യൂണിറ്റ് പരപ്പളവിൽ അനുഭവപ്പെടുന്ന വായുരൂപത്തിൻ്റെ ഭാരമാണ് അന്തരീക്ഷ മർദ്ദം. അപ്പോൾ ഭൂമിക്ക് ചുറ്റും എന്തുണ്ടെന്നാണ് പറയുന്നത്? വായുവിൻ്റെ ഒരു പാളി പോലെയുണ്ട്. അതിനെ നമ്മൾ എന്ത് പറയും? അന്തരീക്ഷം എന്ന് പറയും. ഓക്കെ. ഇനി അന്തരീക്ഷമർദ്ദം ഏറ്റവും കൂടുതൽ എവിടെ? അന്തരീക്ഷമർദ്ദം ഏറ്റവും കൂടുതൽ ഭൂമിക്ക് അടുത്തായിരിക്കും. മുകളിലേക്ക് ചെല്ലും തോറും എന്താണ്? ഈ അന്തരീക്ഷമർദ്ദം കുറഞ്ഞു വരും എന്നാണ് പറയുന്നത്. ഓക്കെ. നമ്മൾ ഇപ്പോൾ ഹിൽ സ്റ്റേഷനിലൊക്കെ പോവുകയാണെങ്കിൽ അല്ലേ, മൂന്നാറൊക്കെ പോവുകയാണെങ്കിൽ മുകളിലേക്ക് പോകുന്തോറും എന്താണ്? പ്രഷർ കുറവായിരിക്കും. ഗുണകരമായിട്ടുള്ള സന്ദർഭങ്ങൾ എന്തൊക്കെയാണ്? സ്ട്രോ ഉപയോഗിച്ച് ജ്യൂസ് കുടിക്കുന്നു, അതുപോലെ തന്നെ എന്താണ് കുടിക്കുന്നത്, അതുപോലെ തന്നെ അടുപ്പിലേക്ക് നമ്മൾ ഒരു കുഴൽ വെച്ച് ഊതില്ലേ, അവിടെയും എന്ത് തന്നെയാണ് ഉപയോഗപ്പെടുത്തുന്നത്? ഈ ഒരു പ്രഷർ വ്യത്യാസം, മർദ്ദ വ്യത്യാസം തന്നെയാണ് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത്. ബഹിരാകാശ യാത്രികർ പ്രത്യേകം വസ്ത്രങ്ങൾ ധരിക്കുന്നു. എന്തുകൊണ്ട്? അപ്പോൾ ബഹിരാകാശ യാത്രികർ എന്താണ്? മുകളിലേക്ക് പോകുന്തോറും എന്താണ്? നമുക്കറിയാം സ്പേസിൽ മർദ്ദം ഇല്ല എന്ന് തന്നെ പറയാം അല്ലേ. അപ്പം നമ്മുടെ രക്തക്കുഴലുകളിലുള്ള മർദ്ദം കൂടുതലും, പുറമെ മർദ്ദം കുറവും അല്ലെങ്കിൽ ഒട്ടും ഇല്ലാത്തൊരവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ബ്ലഡ് വെസൽസ്, രക്തക്കുഴലുകൾ പൊട്ടാനും ബ്ലഡ് പുറത്തേക്ക് വരാനുള്ള സാധ്യതയും കൂടുതലാണ്. അപ്പം അതുകൊണ്ടാണ് അതിനുതകുന്ന വസ്ത്രങ്ങൾ നമ്മൾ ധരിക്കുന്നത്. ഇനി പർവ്വതം, നമ്മൾ മലയൊക്കെ കയറുമ്പോൾ എന്താണ്? മുകളിലേക്ക് പോകുന്തോറും ഈ പറഞ്ഞ പോലെ പ്രഷർ കുറഞ്ഞു വരും. അപ്പം നമ്മുടെ മൂക്കിൻ്റെ ഉള്ളിൽ നേരത്തെ രക്തക്കുഴലുകളൊക്കെ ഉണ്ടാവും അല്ലേ, അത് പൊട്ടിയിട്ട് രക്തം പുറത്തേക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് രക്തസ്രാവം ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നത്. റബ്ബർ സക്കറുകൾ മിനുസമുള്ള പ്രതലങ്ങളിൽ പതിപ്പിക്കാൻ സാധിക്കുന്നു. നമ്മളിപ്പോൾ കാറിൻ്റെ മുകളിലൊക്കെ ഒരു എന്താ പറയുക, കാറിൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ റബ്ബർ സക്കറൊക്കെ നമ്മൾ ഒട്ടിച്ചിട്ട് ഈ പാവേനൊക്കെ തൂക്കിയിടുന്നൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ. അത് എന്തുകൊണ്ടാണ്? നമ്മൾ ഒട്ടിക്കുമ്പോൾ ആ ഒരു എന്താണ്, നമ്മളത് ഒട്ടിക്കുന്നതോറും എന്താണ്, അതിൻ്റെ ഉള്ളിലുള്ള പ്രഷർ അല്ലെങ്കിൽ മർദ്ദം കുറയും. വായുവൊക്കെ ഏതാണ്ടൊക്കെ പുറത്ത് പോയിട്ടുണ്ടാവും. അത് നമ്മൾ വിടുമ്പോഴോ പുറത്തുള്ള മർദ്ദം കൂടുതലും, അകത്ത് മർദ്ദം തീരെ കുറവുമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സക്കറ് ആ ഒരു ഗ്ലാസ്സിന്മേൽ അല്ലെങ്കിൽ ആ ഒരു പ്രതലത്തിൽ ഒട്ടി നിൽക്കും ഈ ഒരു
മർദ്ദ വ്യത്യാസം മൂലമാണ് അത് നിലത്ത് വീഴാതെ അങ്ങനെ തന്നെ ഒട്ടി നിൽക്കുന്നത്. ഇനി അന്തരീക്ഷ മർദ്ദം എന്താണെന്ന് കൊടുത്തിട്ടുണ്ട്. അന്തരീക്ഷ മർദ്ദത്തിൻ്റെ യൂണിറ്റ് എന്താണ്? ബാറാണെന്ന് കൊടുത്തിട്ടുണ്ട്. അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ബാരോമീറ്റർ ആണെന്ന് കൊടുത്തിട്ടുണ്ട്. ഭൂമിയുടെ ഉപരിതലത്തിൽ സമുദ്രനിരപ്പിൽ യൂണിറ്റ് പരപ്പളവുള്ള വായുരൂപത്തിൻ്റെ ഭാരത്തെ ഒരു അന്തരീക്ഷ മർദ്ദമായി കരുതുന്നു. ഇത് 0.76 മീറ്റർ ഉയരവും യൂണിറ്റ് പരപ്പളവുള്ള രസരൂപത്തിൻ്റെ ഭാരത്തിന് തുല്യവുമായിരിക്കും. ഇതാണ് പ്രമാണ അന്തരീക്ഷം, സ്റ്റാൻഡേർഡ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. ഓക്കെ, അപ്പോൾ ഇത്രയും ഭാഗങ്ങളാണ് ഇതിൽ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കാനുള്ളത്. ഇതിൻ്റെ കുറേ എക്സ്പെരിമെൻറ്റ്സ് വരുന്നുണ്ട്. അത് നിങ്ങൾക്ക് ആ മർദ്ദ വ്യത്യാസം മനസ്സിലാവാൻ വേണ്ടിയാണ്. ഓക്കെ, അപ്പോൾ ഒരുവിധം കാര്യങ്ങളൊക്കെ ഞാനിതിൽ പറഞ്ഞു പോയിട്ടുണ്ട്. ഈ പോയ ഭാഗങ്ങളൊക്കെ എന്തായാലും മറക്കാതെ പഠിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ് വരുന്നത്. ക്ലാസ് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ. താങ്ക്